നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുവതിയെ പീഡിപ്പിച്ച് നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന കേസിലെ കൂട്ടുപ്രതിയും പത്തനംതിട്ട കോന്നി അറ്റച്ചാൽ സ്വദേശിയുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മൂന്നാം തവണയും മാറ്റി. പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാത്തതിനാലാണ് വാദം പറയുന്നത് മാറ്റിവെക്കേണ്ടി വരുന്നത്. അപേക്ഷ ജനുവരി 1 പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിനുള്ള ഗുളിക ജോബി ജോസഫ് വഴി കൊടുത്തുവിട്ടെന്നും യുവതി ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ജോബിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ യുവതി ആവശ്യപ്പെട്ട ഗുളിക മെഡിക്കൽ റെപ്രസെന്റേറ്റീവിൽ നിന്ന് വാങ്ങി നൽകുകയായിരുന്നു എന്നും ഗുളിക എന്തിനുള്ളതാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് ജോബിയുടെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ച അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിലാണ് ഉള്ള വിവരങ്ങൾ പങ്കുവച്ചു എന്നതുമായി ബന്ധപ്പെട്ട അതിനുശേഷം അവരെ അപമാനിച്ചു എന്ന കേസിൽ KPCC സെക്രട്ടറി സന്ദീപ് വാര്യർക്കും മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനും ഉപാധികളോടെ ജാമ്യം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അപ്ഡേഷനും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി തന്നെയാണ് ഈ നീക്കവും നടത്തിയിരിക്കുന്നത്. ജഡ്ജി S നസീറയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, സമാനമായ കേസുകൾ ഉണ്ടാകരുത് എന്നീ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഹർജിയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ 2 പ്രതികളുടെയും അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. കേസിൽ അതിജീവിതയുടെ തിരിച്ചറിയൽ വിവരം വെളിപ്പെടുത്തിയതിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയായ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് 1-ാം പ്രതി. സന്ദീപ് വാര്യർ 4-ാം പ്രതിയാണ്. കേസിൽ 5-ാം പ്രതിയായ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ ആയിരുന്നു. അതിജീവിതയുടെ ചിത്രം സന്ദീപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യത്തിൽ സന്ദീപ് ഒരു കുറിപ്പിലൂടെ ഈ വിവരം പങ്കുവച്ച ശേഷം ചിത്രം നീക്കം ചെയ്യുകയായിരുന്നു. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യർ അടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസ് എടുത്തത്. അതിജീവിതയുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ജാമ്യം ലഭിച്ച ഇപ്പോൾ ജാമ്യത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. പക്ഷെ അപ്പോഴും SITയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പത്തനംതിട്ട വീട്ടിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പാലക്കാടേക്ക് വരുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പാലക്കാട്ടേക്ക് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾക്കൊന്നും എത്തുന്നില്ല. ഇന്നാണ് പാലക്കാട് മാത്രമല്ല മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ MLA എന്ന നിലയിൽ ഒരു സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടേക്ക് എത്തുമോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ രാഹുലിന്റെ ആശ്വാസമാണ് അടുത്ത ജനുവരി 17 മാത്രമേ ഈ ഒരു കേസ് വീണ്ടും എടുക്കുകയുള്ളൂ. അന്ന് മാത്രമായിരിക്കാം എന്തായിരിക്കും ഈ കേസിൽ നടക്കാൻ പോകുന്ന സാഹചര്യം എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന സുഹൃത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും പോലീസിന് രൂക്ഷ വിമർശനമാണ് നേരിട്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു ജാമ്യ ഹർജി മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. കാത്തിരുന്ന് കാണാം.